കാത്തിരുന്നതേ ഓണടുത്തെത്തിട്ടോ. നാളെ തിരുവോണം. നമ്മൾ സദ്യക്കുള്ള കുറച്ച് പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് പൂക്കളും മേടിക്കണമായിരുന്നു, ഓണപ്പൂക്കളിടാൻ. കുട്ടിക്കാലത്ത് ഈ ഓണത്തിന്റെ സമയത്ത് മാത്രം ഞാൻ നേരത്തെ എണീക്കായിരുന്നു കേട്ടോ. കാര്യം വേറൊന്നല്ല, പൂക്കൾ പറിക്കാൻ വേണ്ടിയാണ്. മറ്റു പിള്ളേര് വന്ന് പൂക്കൾ പറിക്കണാക്കൾ മുന്നേ എനിക്കത് പൊട്ടിക്കണ്ടേ. അപ്പൊ തലേ ദിവസം തന്നെ പറക്കേണ്ട പൂവൊക്കെ ഞാൻ നോക്കി വെക്കായിരുന്നു. അച്ഛമ്മയുള്ള കാലം വരെ നമ്മൾ കുടുംബക്കാരൊക്കെ ഓണം ആഘോഷിച്ചത് തറവാട്ടിലായിരുന്നു കേട്ടോ. അച്ഛമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കണം എന്നുള്ളത്. ഓണസദ്യയും തിരുവാതിരക്കളിയൊക്കെ ആയിട്ട് അതൊരു ആഘോഷം തന്നെയായിരുന്നു. അപ്പൊ നമ്മള് ഓണസദ്യക്കുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മുടെ വീട്ടില് ഓണത്തിന് മാത്രം മേടിക്കുന്ന ഒരു സാധനാട്ടോ ഇത്. നമ്മൾ ഇവിടെ ഇതിനെ വടുകപ്പുളി നാട്ടോ പറയാ. ഓണത്തിന്റെ തലേ ദിവസം അമ്മ ഇത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കും ഓണസദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കനപ്പ് കാരണം തോന്നുന്നു എനിക്കിത് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. വലുതായപ്പോ ഇതിന്റെ കനപ്പിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തുടങ്ങി. അപ്പോ ഞങ്ങളുടെ സദ്യക്ക് വിളമ്പാനുള്ള അച്ചാറ് റെഡിയായി. അപ്പോ എല്ലാവർക്കും ഓണാശംസകൾ.